ഈ മനോഹരമായ ദിവസത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് ഒരു വിഷയം ഞങ്ങൾക്ക് അടുത്ത് വരുവാനും പ്രിയ ജിസനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ഈ അവസരം നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ കർത്താവെ ജീവിക്കാനുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്ന ദൈവം നീയാണല്ലോ. പ്രത്യേകിച്ച് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞൊരു ലോകത്തിൽ ഓരോ നിമിഷവും കർത്താവെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ ഓർക്കുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്ദിയോടെ ഓർത്ത് ദൈവത്തിൻ്റെ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു നിർണായക സമയത്ത് വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജിസനെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് നടക്കുന്ന കർത്താവെ എൻഗേജ്മെൻറ്റിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനായി ഒരുക്കപ്പെടുന്ന മകൾക്കായി ജിഷയ്ക്കായി നിങ്ങളുടെ സ്തോത്രം. ആ കുടുംബത്തിൽ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ആത്യന്തികമായി ദൈവമാണല്ലോ എല്ലാം നടത്തുകയും ഇടപെടുകയും ചെയ്ത് ഇതിനെ ഭംഗിയാക്കുന്നത്. അതേ ദൈവിക കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അടുത്തു വരുന്ന കർത്താവെ നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന് കൊടുത്ത ഉന്നത ജീവിത സാഹചര്യങ്ങൾക്കായി, വിദ്യാഭ്യാസത്തിനായി, ജോലിക്കായി, നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, നല്ല മനസ്സിനായി, ക്രിസ്തീയ സാക്ഷ്യത്തിനായി, ക്രിസ്തീയ സ്വഭാവത്തിനായി ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളിൽ നിന്നും കർത്താവെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും ഒക്കെ ലഭിച്ച കർത്താവെ നല്ല ആ മാതൃകകൾ പിൻപറ്റാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ മകനെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രിയപ്പെട്ട അധ്യാപകരെയും, മുതിർന്ന ആളുകളെ എല്ലാം തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കർത്താവെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവമേ അവരെയെല്ലാം അവരുടെ സേവനങ്ങളെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആരോഗ്യവും ബലവും ആയുസ്സും കൊണ്ട് എൻ്റെ മകനെ നിറയ്ക്കണം. പ്രത്യേകിച്ച് ഇന്ന് കൊടുത്ത ബലത്തിനായി, ആരോഗ്യത്തിനായിട്ടൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തുടർന്ന് വന്ന അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. ജിഷയെ കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന കർത്താവെ ആ വിവാഹ നിശ്ചയത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പട്ടക്കാരെയൊക്കെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അനുഗ്രഹപ്രദമായി നടത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രിയയ്ക്ക് സാറിനെ സന്യമാമെ ഓർക്കുന്നു, ഈശയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദര ഭവനങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ, നിന്റെ സന്നിധിയിൽ അല്പസമയം ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചുള്ളൂ. പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള യാത്രയിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. വാഹനങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണമേ. ആപത്തനർത്ഥങ്ങളൊന്നുമില്ലാതെ അവിടെ ചെന്ന് എല്ലാം ഭംഗിയായി കർത്താവെ അത് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കണമേ. മടങ്ങി വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അടുത്ത ആഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയെ നീ അത്യന്തം വാഴ്ച അനുഗ്രഹിക്കണം. ഇതെല്ലാം ദൈവകൃപയിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ലഭിച്ച അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയ ജിസനോടും പ്രിയ മകനായി ഒരുക്കപ്പെടുന്ന പ്രിയ മകളോടും ദൈവഹിതമായ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തോടും ഇന്ന് നടക്കുന്ന വിവാഹ നിശ്ചയത്തോടും അതിന്റെ എല്ലാ നന്മകളോടും ഇപ്പോഴും തന്നെ ഇരിക്കുമാറാകട്ടെ. KG Varghese Sachin, St. Thomas Evangelical Church, General Vigariyayi സേവനമനുഷ്ഠിക്കുന്ന റവൻ ജേക്കബ് അച്ഛൻ, ബഹുമാനവും സ്നേഹമുള്ള റവൻ രാജു ജേക്കബ് അച്ഛൻ, സെൻട്രൽ കേരള ഡയോസിസ്,
ഇവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമ്മുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഹാളിലുള്ള എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിശബ്ദരായിരിക്കുക. ശുശ്രൂഷകൾക്ക് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ദയവ് ചെയ്ത ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായി നിങ്ങളെല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിൻ്റെ ഗീതം പോലെ തന്നെ നിത്യം നടത്തിയിടാം എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടി. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേണമേ. നിന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേണമേ. ഇന്നമുള്ള ജീവിതം ഏറെ ദാനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേണമേ. അഗ്നിമേഘ തോണുകള അടിയാരെയും നടത്തി അനുദിനം കൂടെയിരുന്നു. അപ്പനെ കാശിത്തുവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേണമേ. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയായി ബഹുമാന സ്നേഹമുള്ള KG വർഗീസ് അച്ഛൻ പ്രാർത്ഥിച്ച് ശുശ്രൂഷയായി. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. സകല ജീവന്റെ ഉടയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ജീവൻ നൽകുന്നതും ജീവൻ നിലനിർത്തുന്നതും ജീവൻ്റെ സന്തോഷം അനുഭവിക്കുന്നതിന് ഞങ്ങളെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം കരയറ്റുന്നു. ദൈവമാണ് കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നതില്ല, തക്കതായിട്ടുള്ള തുണ ആവശ്യമാണ് എന്ന് അവിടുന്ന് കണ്ട് അതിന് പ്രകാരം ഈ ലോകത്തിലുള്ളവരെ ഏവരെയും അവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ കൃപകൾക്കായിട്ട് സ്തോത്രം കരയറ്റുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അഭിമന്യ വന്യ പുരോഹിതരെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ദൈവമാണ് കർത്താവേ, നിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുകയും ഇന്ന് വിശുദ്ധ വായുവിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഇരുവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേളയിൽ എൻ്റെ മക്കളുടെ പ്രാർത്ഥന കേട്ട് എൻ്റെ മക്കൾ ഇരുവരും അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ വേണം ഇടയാകുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വായുവിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആലോചനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള മകനെയും മകളെയും
ഇരുവരെയും ബന്ധുപുത്രാദികളെയും ചാർച്ചക്കാരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെയും കരകളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. അനേക നാളുകളുടെ പ്രാർത്ഥനയുടെ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഈ സുദിനം കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് സ്തോത്രം കരയറ്റുന്നു. ദൈവമാനവത്താതെ ഇന്ന് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം, വിശുദ്ധ വാചകത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഇരുവരെയും ഇടയാക്കി പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥന കേട്ട് നിന്റെ മക്കൾ ഇരുവരും വിശുദ്ധ വാചകത്തിലെ പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയാക്കി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കുവാണമേ, വരുവാനായിട്ടുള്ളവരെ പെട്ടെന്ന് കൂട്ടിച്ചേർക്കുവാണമേ. യേശുക്കൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇന്നത്തേക്കുള്ള പ്രത്യേക വേദഭാഗം 115 സങ്കീർത്തനം 9 മുതൽ 15 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുക. 115 സങ്കീർത്തനം 9 മുതൽ 15 വരെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കാം, അവനവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കാം, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കും, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോഴെല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ക്ഷണിച്ച് കൂട്ടിവരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇപ്പോൾ ജിഷയുടെ ഭവനത്തിൽ നിന്നും അതിൻ്റെ പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് ഈ പ്രത്യേക നമ്മെ വിളിച്ചു കൂട്ടിയ പ്രദേശത്തെക്കുറിച്ച് അറിയിക്കുന്നതായിരുന്നു. സന്നിഹിതരായിരിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം പുനലൂർ CSI ഇടവാംഗമായ കുതിരച്ചിറ ജോയി ഡെയിലി ശ്രീ വർഗീസ് ജോസഫിൻ്റെയും ശ്രീമതി റേച്ചൽ മാത്യുവിൻ്റെയും മകൾ ജിഷ എം ജോസഫ്, കറുവിച്ചാലൻ പുന്നവേലി സെൻറ്റ് ജെയിംസ് CSI ഇടവാംഗമായ ചീരമറ്റത്ത് ശ്രീ CI കിട്ടിയുടെയും ശ്രീമതി സജലി കിട്ടിയുടെയും മകൻ ജിസൻ ഐസക്കിട്ടിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ഇരു കുടുംബങ്ങളും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ ഇന്ന് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവിടെ പരസ്യം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. തുടർന്ന് പ്രതിഷ്ഠിത വരൻ്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി
ഞങ്ങൾ ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നതിനായി വരൻ്റെ ഭാഗത്തു നിന്നും ഒരാൾ മുന്നോട്ട് കിടന്നുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കണമെന്ന് അറിയിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവദിനമായ ജിഷയും തമ്മിലുള്ള വിവാഹം 2021 ഡിസംബർ 28 ബുധനാഴ്ച 11:30 പുന്നവേലി സെൻറ്റ് ജെയിംസ് CSI ചർച്ചിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും അറിയിക്കുന്നു. താങ്ക് യു. ഇരു കുടുംബങ്ങളിൽ നിന്നുമുള്ള ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുവല്ലോ. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പുനലൂർ ഡിസ്ട്രിക്റ്റിൽ പുനലൂർ ഇടവകയിൽ മിസ്റ്റർ വർഗീസ് ജോസഫ്, സിസ്റ്റർ റൈച്ചൽ മാത്യു ജോയിലെ ഇവരുടെ പ്രിയ മകൾ ജിഷ മറിയം ജോസഫ്, അതോടൊപ്പം തന്നെ മിസ്റ്റർ CI ഇറ്റി, മിസ്സസ് സജിനി ഇറ്റി എന്നിവരുടെ പ്രിയ മകൻ ജിസാൻ ഐസക് ഇറ്റി തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇരു സഭകളും ഇരു കുടുംബങ്ങളും അത് അംഗീകരിക്കുകയും ദൈവനാമത്തിൽ നാം അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവകൃപയാൽ ഇരുവരുടെയും വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഡിസംബർ മാസം 28-ാം തീയതി 2022 ഡിസംബർ 28-ാം തീയതി സെൻറ്റ് ജെയിംസ് CSI ചർച്ചിൽ വെച്ച് വിവാഹം നടത്തപ്പെടുന്നതാണ് എന്ന് പ്രത്യേകമായിട്ടും പട്ടക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെ മുമ്പാകെ ജിഷ മറിയം ജോസഫ്, ജിസാൻ ഐസക് ഇറ്റിയും തമ്മിൽ വിവാഹിതരാകുവാൻ ഒരു പുതിയ കുടുംബം കെട്ടിപ്പടുക്കുവാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ തീരുമാനം ദൈവം അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ഇരുവരും ദൈവകൃപയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവാശ്രയവും ജീവിത വിശുദ്ധിയും വിശ്വസ്തതയും നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കുമെന്ന് അറിഞ്ഞ് ജീവിതത്തിൽ നല്ല ഗുണവിശേഷങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ വിവാഹ വിളിച്ചു ചൊല്ലപേക്ഷ കൈമാറുന്നതായിരിക്കും. ഇപ്പോൾ കുറി കൈമാറുന്നതിനായി ഇരു കുടുംബത്തിലെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. അവർ തങ്ങളുടെ വിവാഹത്തിന് ഒരുങ്ങുന്ന ഇനിയുള്ള ദിനങ്ങളിൽ നിന്റെ കൃപയോടുള്ള നടത്തിപ്പ് അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവർ ഇരുവരും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടും അന്യോന്യ സ്നേഹത്തോടു കൂടി വിവാഹമെന്ന ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ ഇവരെ ഒരുക്കണമേ. തങ്ങളുടെ വിവാഹ ദിവസത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ചെയ്യുന്ന പ്രതിജ്ഞകളും ജീവപര്യന്തം കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കണമേ. ഈ വിവാഹം മൂലം ബന്ധപ്പെടുന്ന ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ബന്ധുക്കളെയും സ്നേഹിതന്മാരായി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെ പേരും നിന്റെ അനുഗ്രഹം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇപ്പോൾ പ്രതിഷ്ഠിത വരനും വധുവും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. തീയതി വിശുദ്ധ ദിനത്തിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒരു കുടുംബമായി തീരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പ്രിയമക്കളാണ് ഇവർ രണ്ടുപേരും.
ഇവരുടെ കുടുംബാംഗങ്ങളും മുന്നിലേക്ക് കടന്നു വരണമെന്ന് ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത്. അന്യോന്യം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുവിൻ്റെ ഭാഗത്തു നിന്നും പപ്പയാണ് ബ്രദറാണ് വിശേഷിച്ച ജിസന്റെ പപ്പാണ്. ജിസന്റെ മമ്മിയാണ്. ജിസന്റെ അളിയനാണ്. ഇരു കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ടവരെ നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ നമ്മുടെ പ്രത്യേക ദൈവത്തിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. തുടർന്ന് വരുന്ന സംഘാടനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്രയും സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ശ്രേഷ്ഠ വൈദികരായിരിക്കുന്ന ജേക്കബച്ചൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും ഉത്തരമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയ ജിഷയ്ക്ക് വേണ്ടിയും ജിസാന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഇരു ഭവനങ്ങളിലായി ഇരു മാതാപിതാക്കളാൽ ജനിച്ചുറക്കപ്പെട്ടതായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒരു ശരീരത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ വലിയവനായ ദൈവത്തെ പ്രസാദം തോന്നുന്നതുകൊണ്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വിവാഹം ദൈവനിശ്ചയമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം സ്ഥാപിച്ചതാണ്. അത് സ്വർഗീയമായിരിക്കുന്ന കുടുംബത്തിൻ്റെ നിഴലാണ്. ആ വലിയ മഹത്വം ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനായി ഒരുങ്ങിയിരിക്കുന്ന ഈദിൻ്റെ മക്കളെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും മാന്യതയും പരിശുദ്ധിയും മഹത്വവും മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ കുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്ന കുടുംബത്തലവനായിരിക്കുന്ന കർത്താവിനോട് കൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് തക്കതായിരിക്കുന്ന ഒരു തുണയെ ഒരുക്കി ഏതെങ്കിലും ആരംഭിച്ചായിരിക്കുന്ന ഈ വലിയ ദൗത്യം, ഈ അനുഗ്രഹമായിരിക്കുന്ന കുടുംബം ഭൂമിയിൽ അനേക കുടുംബങ്ങളെ സ്ഥാപിച്ച് ലോകത്തിൻ്റെ നാനാപരപ്പുകളിൽ അവിടുന്ന് ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതിന് കുടുംബമായിരിക്കാൻ ഇതിൻ്റെ മക്കളുടെ പേരും അങ്ങയുടെ പ്രസാദം ഉണ്ടായിരുന്നോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, വിവാഹം എന്നുള്ളത് ഗോഡ് ഓതറൈസ്ഡ് റിലേഷൻഷിപ്പാണല്ലോ. ദൈവമാണ് കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ളതായിരിക്കുന്ന വലിയ ചിന്തയോടുകൂടെ ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവമാണ് അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കുന്ന ആ വലിയ അനുഭവത്തോടുകൂടി പ്രവേശിപ്പാൻ ഭയത്തോടും ഭക്തിയോടും ദൈവാശ്രയത്തോടും കൂടി പ്രവേശിപ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു കവനന്റ് റിലേഷൻഷിപ്പാണ്. തമ്മിൽ ചെയ്യുന്നതായിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ആ ഉടമ്പടി നിത്യമായിരിക്കുന്ന ഉടമ്പടിയാണെന്നും അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യ മഹത്വം മനസ്സിലാക്കി ആ ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ അവരെ സഹായിക്കണമേ. ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ്. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനും പരസ്പരം കീഴ്പ്പെടുവാനും പരസ്പരം ഓർഡർ ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ബെയർ ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ കിടപ്പാട് ഈ വിവാഹബന്ധത്തിലൂടെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇത് ലോങ് ടേം റിലേഷൻഷിപ്പാണ്, താൽക്കാലികമായിരിക്കുന്ന ഉടമ്പടിയല്ല. കർത്താവേ, ഇത് നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവമാകയാൽ ആയതിലേക്ക് പ്രവേശിക്കുമ്പോൾ
ദൈവകൃപയോട് കർത്താവിനോട് കൂടെ ദൈവത്തോട് കൂടെ ആരംഭിക്കുവാൻ ഇതിന് കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വിവാഹ നിശ്ചയ സമയത്തുണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അരക്കിട്ടതായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാൻ തക്കവണ്ണം കർത്താവിടെ ആക്കണമേ. രണ്ട് വ്യക്തികളെ മാത്രമല്ല, രണ്ട് ദേശങ്ങളെയും രണ്ട് കുടുംബങ്ങളെയും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളെ ഒന്നിച്ചേർക്കുന്ന അനുഭൂതിയാകിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവരേറിയ ബന്ധം എൻ്റെ മക്കളെ അവിടുന്ന് നിറയ്ക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്ഥലീയരായിരിക്കുന്ന ഇരുഭാഗത്തും നടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവിടെയൊക്കെ യാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് സുരക്ഷിതമായിട്ടൂടെ കൊണ്ടുവന്ന് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുവരുവാൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. വികാരിയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വർഗീസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തേക്ക് പറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ അവരുടെ കരങ്ങളിലേക്ക് ഒരുമിച്ച് ശുശ്രൂഷ പങ്കുവരുവാൻ അടിയങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രത്യേകിച്ച് ദിവസങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു തിരുപ്പിറവിയെ ഞങ്ങൾ കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ സർവ്വജനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ പങ്ക് കർത്താവെ ഞങ്ങൾക്ക് നിറയിരിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ആ സന്തോഷത്തിൽ മുമ്പോട്ട് പോകുവാൻ ഏവരെയും സഹായിച്ച പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവ മഹത്വത്തിന് വേണ്ടി എടുക്കണം, വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് ചൊല്ലാം. സ്വർഗസ്ഥനായ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുസഭ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കർത്താവിനോട് നമ്മളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെപ്പെടുത്താതെ ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും പ്രാകുന്നല്ലോ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും, പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ള മകനോടും മകളോടും തുടർന്ന് ശുശ്രൂഷയോ നോതേക്ക് വിളിക്കുമാറാകട്ടെ. ഈ പ്രത്യേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, അതോടൊപ്പം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് സർക്കാരുകളിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്രത്യേക വിരുന്നുമേശയിലേക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ നൽകപ്പെടുന്ന ആഹാരം ഭക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾക്ക് നമ്മുടെ ഭാഗങ്ങളിലേക്ക് മടങ്ങി പോകാം. ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരുക്കിയിരിക്കുന്ന രാജ്യീയ ഭക്ഷണത്തിനായി സ്തോത്രം. കരങ്ങളെയും അതിനുള്ള മുഖാന്തരങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭക്ഷിക്കുന്ന അടിയങ്ങളും ബലപ്പെട്ട അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. എല്ലാം തിരുനാമത്വത്തിനായി സമർപ്പിക്കും.
പുതിനിമിനേരം തീയരിവായി രുചിയായി അകമേ കിനിയുന്നൊരു തേനായി താനേ താനേ നാം കരളിൻ മുറിയിൽ പലതും തിരയുന്നിരു പേരായി കാണേ കാണേ പരിമിത നേരം പതിയെ പരിചിതരായി അനവധി നോട്ടം മനസ്സിൻ നിറകളിൽ ഊരി പരിമിത